കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിൽ കുട്ടവഞ്ചി സവാരിക്കാരുടെ മുന്നിൽ കാട്ടുകൊമ്പൻ പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപം സഞ്ചാരികളുമായി പോകുന്ന പാതയിൽ കാട്ടുകൊമ്പനെ കണ്ടത്. സ്വാഭാവികമായും കാട്ടുകൊമ്പനെ കാണുമ്പോൾ ഒന്ന് പേടിച്ചു പോകും. അതുപോലെ തന്നെ കൗതുകമുള്ള കാഴ്ചയുമാണ് ആന. കൊമ്പനെ 100 മീറ്റർ അകലത്തിൽ കണ്ടപ്പോൾ കുട്ടവഞ്ചി സഞ്ചാരികൾ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നെ വെള്ളത്തിലിറങ്ങി സഞ്ചാരികളെ ഒന്ന് നോക്കിയ ശേഷം കൊമ്പൻ നേരെ വനത്തിലേക്ക് കയറിപ്പോയി. അവധി ദിവസമായതുകൊണ്ട് അടവിയിലേക്ക് ഒരുപാട് സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. ആ കാട്ടുകൊമ്പൻ അങ്ങ് ആളുകളെ കണ്ട് കൂസല്ലാതെ തന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്റെ ഇടത്തിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. വീഡിയോ തന്നെ ആന എത്ര കണ്ടാലും മതിയാകാത്ത ഒരു കാഴ്ചയാണ്. ജിബിൻ ജെവി ഉണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ് ജിബിൻ. ഹാപ്പി ന്യൂ ഇയർ. ഈ അടവിയിൽ എപ്പോഴും ഈ കൊമ്പന്മാരൊക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആനകൾ ഇറങ്ങുന്നത് പതിവാണല്ലോ അല്ലേ? ഇന്നലെ എന്താണ് ഉണ്ടായത്? അടവി പത്തനംതിട്ട ജില്ലയുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ഈ അടവി എക്കോ ടൂറിസം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടവഞ്ചി സവാരിയാണ്. ഇത് മുഴുവൻ വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. കല്ലാറിന് ചുറ്റുമായിട്ട് ഒരു വനപ്രദേശം, ഒരു ഭൂപ്രകൃതി നമുക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയ രീതിയിൽ ജനങ്ങൾ എത്തുന്ന ഒരു പ്രദേശമാണ്. കൂടാതെ അവധി ദിവസം കൂടി ആയതുകൊണ്ട് കുട്ടവഞ്ചി സവാരിക്കായിട്ട് ഒട്ടനവധി ജനങ്ങൾ എത്തുന്നുണ്ട്. ഈ ഒരു പ്രദേശം ഈ അടവി എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി വനത്താൽ ചുറ്റപ്പെട്ട ഏരിയ ആണെങ്കിൽ പോലും ഈ വിനോദസഞ്ചാരികളുടെ മുൻപിലൊന്നും ഈ കാട്ടുകൊമ്പന്മാർ ഇത്തരത്തിൽ മുൻപ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഒരു വാർത്തയൊന്നും നമുക്ക് ഈ ഇടക്കാലത്തൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ ഒരു കുട്ടവഞ്ചി സവാരി, അതായത് കല്ലാറിൽ കൂടെ കുട്ടവഞ്ചി സവാരിക്കായി എത്തിയ ജനങ്ങളുടെ മുൻപിലേക്കാണ് ഈ ഒരു കാട്ടുകൊമ്പൻ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം പെട്ടെന്നൊരു മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു കാട്ടുകൊമ്പനെ മുന്നിൽ കണ്ടപ്പോൾ ഇവരെല്ലാം തന്നെ ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷേ ഈ പേടിയാണെങ്കിൽ പോലും ഒരു കൗതുകം കൂടി ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. കാര്യം ഈ സഞ്ചാരപാതയിൽ പെട്ടെന്ന് ഈ കാട്ടുകൊമ്പൻ വനത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഈ കൊമ്പൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ കുട്ടവഞ്ചിയിലിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ നമുക്ക് നോക്കുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഈ സഞ്ചാരികളെയൊക്കെ ഒന്ന് നോക്കിയ ശേഷം അദ്ദേഹം ഈ കാട്ടുകൊമ്പൻ്റെ പോകാൻ, അതായത് ഈ കല്ലാറിൻ്റെ കുറുകെ മറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള വനത്തിലേക്ക് കയറി പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത്. ആനയൊന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല എങ്കിൽ പോലും ഈ ഒരു കുട്ടവഞ്ചി സവാരി എന്ന് പറയുമ്പോൾ നമുക്ക് വനത്തിൻ്റെ, അതായത് പ്രകൃതിയെ പൂർണ്ണമായി ആസ്വദിച്ച് നമുക്ക് ഈ ഒരു സവാരി നടത്തി വരാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും കാട്ടുകൊമ്പനെ കണ്ട സന്തോഷത്തിൽ കൂടിയാണ് ഈ ഒരു ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവിടെയുള്ളത്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. ശരി ജിബിൻ, അപ്പോൾ ഇനിയും സഞ്ചാരികളൊക്കെ കുട്ടവഞ്ചിയിലൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ ആനക്കാഴ്ചകളൊക്കെ കാണാൻ കഴിയട്ടെ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. വീഡിയോ തന്നെ അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഒട്ടും ഉപദ്രവിക്കില്ല. ചൂട് കൂടി ദാഹിച്ചിട്ട്